ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചിക്കനും കൊണ്ടിട്ടാണ്. ഇത്തിരി വലിയ പീസാക്കി നോക്കിയിട്ടുണ്ട്, നല്ല വരഞ്ഞ് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വരഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കനാണ്. ഇതിലിപ്പോൾ ഒരു 12 പീസ് ചിക്കൻ ഉണ്ട് കേട്ടോ. ഒരു ചിക്കൻ ഫുള്ളുണ്ട്, അതിൽ നല്ല ഫ്ലഷുള്ള നല്ല വലിയ പീസുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. തീരെ എല്ല് മാത്രമായിട്ടുള്ള ഭാഗങ്ങൾ കളഞ്ഞിട്ട് നല്ലത് മാത്രം ഒരു 12 കഷ്ണങ്ങളുണ്ടാവും മാക്സിമം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കാറുള്ള തന്തൂരി ചിക്കൻ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം ഇതൊന്നും ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനതിന് വേണ്ടി ഒരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മാരിനേഷൻ തയ്യാറാക്കും. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ അതിലിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റല്ല ചതച്ചെടുത്തതാണ്. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി പൗഡർ ഫോമിലുള്ളവർക്ക് അതിടാം, പക്ഷേ ഇതിൽ കൂടുതൽ നല്ലത് നമുക്ക് ചതച്ചിടുന്നതാണ്. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു സ്മെല്ല് പുറത്തോട്ട് വരുള്ളൂ. ഈ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ അല്ലിയാണ് ഇവിടുത്തെ. 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. നമുക്ക് ഇത്രയും വേണമെങ്കിൽ നമുക്ക് കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വലിയ പീസ് ചിക്കൻ ആണല്ലോ, അപ്പോൾ നമുക്ക് ഒത്തിരി എരിവ് വേണ്ടി വരും. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി, നമ്മുടെ ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. ഇത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ പാകത്തിന്, നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് വലിയ എരിവില്ലാത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവിൽ ചേർക്കണം, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഗ്രില്ലിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് എരിവ് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓവൽ ഗ്രില്ലിംഗ് അല്ല കേട്ടോ ചെയ്യുന്നത്, പാനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ ഒരു മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. ഇത് ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈരാണ്. ഒരുപാട് പുളിയില്ലാത്ത തൈരല്ല, എന്നുവെച്ചാൽ തീരെ പുളിയുള്ള തൈരുമല്ല. ഒരു മീഡിയം സൈസ്, ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ്റെ അളവനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കുക. നമ്മൾ 2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ പകുതിയാണ് മല്ലിപ്പൊടി ചേർക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ തൈര് നല്ല പുളിയുള്ള തൈരാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഭയങ്കര പുളിയുള്ള തൈര് യൂസ് ചെയ്യരുത്. ഇതൊരു സാധാരണ ഇടത്തരം പുളിയുള്ള കട്ട തൈരാണ്. അത് നമ്മൾ സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നോർമൽ പുളിയുള്ള തൈര് വരും. തീരെ പുളിയില്ലാത്ത ഗ്രീക്ക് യോഗട്ട് അല്ല, കുറച്ച് പുളി വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് പുളിയാവരുത്. തൈര് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, തൈരിൻ്റെ പുളി കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആയി പോകും. ഇനി നമ്മൾ ഇതിൽ ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചാറ്റ് മസാല. ഇതിപ്പോൾ ഞാൻ ഇത്രയും ചിക്കനെ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ചേർക്കുന്നത്. കാരണം ചാറ്റ് മസാലയ്ക്ക് ഭയങ്കര കട്ട സ്മെല്ലായിരിക്കും, കുത്ത് സ്മെല്ലായിരിക്കും. അതുകൊണ്ട് 1 ടീസ്പൂണൊന്നും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാത്ത 2 സാധനങ്ങളാണ് ഈ ചാറ്റ് മസാലയും ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കസൂരി മെത്തി. ഇതെപ്പോഴും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല, പക്ഷെ അത് ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അത് കസൂരി മെത്തി ഞാനൊരു കയ്യിൽ ഒരു പിടി കസൂരി മേത്തി എടുത്തിട്ട് ഇതിൽ പൊടിച്ച് ചേർക്കുക. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നല്ല തണുത്താണ് നിങ്ങളുടെ കസൂരി മേത്തി ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ വേണ്ട പാനിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് ചൂടാക്കി കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ടാൽ മതി. അപ്പം വേപ്പിലൊക്കെ ചൂടാക്കി ഇങ്ങനെ ഞെരട്ടിട്ട് അതുപോലെ ഞെരടിയിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ സ്മെല്ലും നന്നായി പുറത്തേക്ക് വരും. നന്നായിട്ട് അങ്ങ് ഞെരടിപ്പോ. ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ചാറ്റ് മസാല ആൻഡ് കസൂരി മേത്തി എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് 2 നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചാറ്റ് മസാലയും കസൂരി മേത്തിയും നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് തന്തൂരി ചിക്കൻ്റെ മസാലയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ചേർക്കണ്ട, ചാറ്റ് മസാല ഒന്നും ചേർക്കണ്ട. പക്ഷേ തന്തൂരി ചിക്കൻ്റെ മസാല ചേർക്കുമ്പോൾ അതിൽ ഒരു 90% അതിൽ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ അത്ര സേഫ് ഓപ്ഷൻ അല്ല. അപ്പോൾ കളറും ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് നാരങ്ങയുടെ നീര് ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. പിന്നെ ഉപയോഗിക്കുന്ന തൈര് ഭയങ്കര പുളിയുള്ളതാണെങ്കിൽ നാരങ്ങ നീര് കുറച്ച് ചേർത്താൽ മതി, പക്ഷെ ചേർക്കാതിരിക്കരുത് കേട്ടോ. നാരങ്ങ നീരിൻ്റെ സ്മെല്ല് ഇതിന് ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിൽ വേണ്ട വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റെഡ് ചില്ലി പേസ്റ്റാണ്. ഈ റെഡ് ചില്ലി പേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി.
കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്ത മുളകും പൊടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. മുളകും പൊടി എന്ന് പറയുന്നത് എരിവിന് വേണ്ടി ചേർത്തതാണ് കേട്ടോ. ഇനി തീരെ എരിവ് വേണ്ടാത്തവർ അത് മാത്രം ചേർത്താൽ മതി. കാശ്മീർ റെഡ് ചില്ലി പൗഡർ മാത്രം ചേർക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ കളർ ചേർക്കുന്നതിൽ കുഴപ്പമില്ല. കളർ നമുക്ക് എപ്പോഴും നമ്മൾ തന്തൂരി ചിക്കൻ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ റെഡ് കളറിലാണ് ഇരിക്കുക. ആ കളർ കിട്ടണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം. അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ല കളറും നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കാശ്മീർ റെഡ് ചില്ലി ഒന്നുകിൽ പൗഡർ ചേർക്കാം. അതല്ലെങ്കിൽ നമുക്കതൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അതിൽ കുരു കളഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് ചുർക്ക, ഉപ്പ്, പഞ്ചസാര ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറികൾക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ പൗഡർ ഫോമിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. കളറാണ് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എരിവിന് വേണ്ടി നമുക്ക് മറ്റേ മുളക് പൊടി തന്നെ ചേർക്കണം. അങ്ങനെ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ നോക്കി. കുറച്ച് പൊടിക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. ബാക്കി വരെ എല്ലാം ക്ലിയർ ആയിരുന്നു. ഇനി നമുക്ക് ആദ്യം ഇത് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ്റെ മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് നല്ല റെഡ് കളറിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു കളറും ചേർത്തിട്ടില്ല, നല്ല റെഡിഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തന്തൂരി ചിക്കൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, എപ്പോഴും ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നു, ജ്യൂസി അല്ല, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ചില സ്ഥലത്ത് നമുക്ക് വേവാത്ത പോലെയൊക്കെ തോന്നും, കറക്റ്റായിട്ട് വെന്തിട്ടില്ലാത്ത പോലെ, ഉള്ളിൽ ശരിക്കും മസാല പിടിക്കാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. കാരണം അത് ഇത്തിരി വലിയ പീസുകളായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ കറക്റ്റ് മസാല പിടിക്കാത്ത പോലെയും ജ്യൂസി ആവാത്ത പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല ജ്യൂസി ആയിട്ട്, നല്ല ടെൻഡർ ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ളൊരു ടെക്നിക്ക് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു മിനിമം ഒരു 3 to 4 hour വെക്കണം. ഞാൻ അതിൽ കൂടുതൽ വെക്കും. ഇവിടെ ഇപ്പോൾ ഒരു 8 മണിക്ക് ആയിട്ട് ഞാൻ രാത്രി ഡിന്നറിന് ഒരു രാത്രി 8 മണിക്ക് ആകുമ്പോഴാണ് അത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെക്കുമ്പോഴാണ് നല്ല രസമായിട്ട് ഈ സംഭവങ്ങൾ മാരിനേറ്റ് ആയിട്ട് വരും. ഇനി ഒരു ഓവർനൈറ്റ് വെച്ചാൽ അതിന് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി കവർ ചെയ്തതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നത് ചിക്കൻ നന്നായിട്ട് ഇതിനുള്ളിൽ മാരിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തൈര് ചേർക്കുന്നത് ചിക്കൻ സോഫ്റ്റ് ആവാനാണ്. അപ്പോൾ അതൊക്കെ വർക്ക് ആവണമെങ്കിൽ കുറച്ച് സമയം ചിക്കൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കാണും. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാനത് കവർ ചെയ്ത് വെക്കാൻ പോകണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഞാനിപ്പോൾ പുറത്തോട്ടെടുത്തു, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഞാനൊരു ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിലൂടെ ഒരു കടായിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. നിങ്ങളിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഒരു ട്രേ വെച്ച് അതിൽ ബട്ടർ പേപ്പർ വെച്ച് ഈ സംഭവം വെച്ച് നിങ്ങളുടെ ഗ്രില്ലിംഗ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷേ പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നല്ല ജ്യൂസി ആൻഡ് ടെൻഡറായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ കിട്ടാനായിട്ടൊരു ടിപ്പാണിത്. നമ്മളൊരു പാത്രത്തിലിട്ട് ഇതൊന്ന് ഒരു 15 to 20 minutes മിനിമം ഒന്ന് വേവിച്ചെടുക്കുക. അതായത് നമ്മുടെ ചിക്കൻ വേവുന്നത് വരെ. ചിക്കൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളിപ്പോൾ കുക്കറിലൊന്നും ഇട്ട് വിസിലെടുക്കരുത്. ജസ്റ്റ് ഏതെങ്കിലും ഒരു കടായിലിട്ടിട്ട്, ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഓൾറെഡി നമ്മൾ ചിക്കൻ കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ വെള്ളം ഓൾറെഡി വരും. ഇനി തീരെ വരുന്നില്ലെങ്കിൽ നമുക്കപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്തിലും അടി പിടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നോർമലി ചിക്കൻ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരില്ല. അങ്ങനെ ഇതൊരു 20 minutes അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങളുടെ ചിക്കൻ വേവുന്നത് വരെ സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ചിക്കൻ നമുക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ മസാലയൊക്കെ അവസാനം അതിലുണ്ടാവും കുറച്ച്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഫോണിൽ തന്നെ പുരട്ടിയെടുത്തിട്ട് നമുക്ക് ബട്ടറിട്ട് ഗ്രില്ല് ചെയ്യാം. അതല്ല നിങ്ങൾക്കത് വേണ്ട, ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാല അങ്ങ് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ആ മസാല കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പം ഞാൻ ആ മസാല ഇതിലിട്ട് നന്നായി കുറുക്കിയെടുത്തിട്ട് ഒരു ബൗളിലാക്കി നമുക്ക് കഴിക്കുന്നത് ഇപ്പോൾ നാനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കുന്നെങ്കിൽ അതിൻ്റെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ മസാല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ചിക്കനിൽ തന്നെ പരണ്ട് ഇങ്ങനെ വന്നെടുത്ത് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ നേരെ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. വെന്തതിന് ശേഷം നമുക്കിത് ഗ്രില്ലിംഗ് പാനിലിട്ടിട്ട്, ഗ്രില്ലിംഗ് പാൻ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുക. അത് ഗ്രില്ല് ചെയ്യുമ്പോൾ അത് ഒരു 90% നിങ്ങൾ ഈ ബട്ടർ യൂസ് ചെയ്യാൻ നോക്കുക. ബട്ടറാണ് കൂടുതൽ തന്നെ ടേസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല ബട്ടർ ചിക്കൻ നല്ല തന്തൂരി നല്ല ടേസ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് വരും. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് വേവിക്കാൻ പോവാണ്.
അങ്ങനെ വേവിച്ചതിന് ശേഷം നമുക്കിനി ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യുന്നത് ഒരു രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്കതിന് മുമ്പ് അത് വേവിച്ച് വയ്ക്കാം. അത് ചൂടാറിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കത് എന്തായാലും ഗ്രില്ല് ചെയ്യുമ്പോൾ ചൂടാവും. അപ്പോൾ നമുക്ക് വേഗം പണി തീർക്കാനായിട്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇത് മാരിനേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് പാകത്തിന് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മസാല എടുത്ത് വേറെ ബൗളിലോട്ട് മാറ്റി വെക്കുക. അല്ല നിങ്ങൾ അതിന് പറ്റാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. കഴിക്കാനിരിക്കുന്ന സമയത്ത് ഗ്രില്ല് ചെയ്താൽ മതി. ഓൾറെഡി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രില്ല് ചെയ്യാൻ വലിയ സമയമൊന്നുമില്ല. അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എളുപ്പമാണ് പിന്നെ ചെയ്യാനായിട്ട് പണി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചട്നി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മയോനൈസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ മയോനൈസാണ് എടുക്കുന്നത്, ഗ്രീൻ ചട്നി അല്ല. കാരണം ഓൾറെഡി ഇതിൻ്റെ മസാല ഞാൻ കഴിക്കാനായിട്ട് എടുക്കും. അപ്പോൾ പിന്നെ ഗ്രീൻ ചട്നി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. പിന്നെ മയോനൈസിൽ ഞാൻ കുറച്ച് ചില്ലി സോസും കൂടി മിക്സ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന മയോനൈസ് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, കൂടെ കോമ്പിനേഷൻ. അപ്പോൾ നമുക്കത് വേവിച്ചിട്ട് വരാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതായത് കണ്ടോ, നല്ലതായിട്ട് വെന്ത് ചാറൊക്കെ വറ്റിട്ട് ഇനി ഞാനിത് ചിക്കൻ വേറെ പാത്രത്തിലോട്ടും ചാറ് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ നമുക്ക് ഗ്രില്ലിംഗ് പാനിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ നാനോ പൊറോട്ടയോ ചപ്പാത്തിയോ എന്തായാലും അത് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അതല്ല ഇതിങ്ങനെ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വറ്റിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വരുന്നത് പോലെ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാം. പറ്റി വരുന്നത് പോലെ വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചിക്കൻ അങ്ങ് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇത് കുറച്ച് ഞാൻ അങ്ങനെ ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഗ്രേവി നമുക്ക് കൂട്ടി മുക്കി കഴിക്കാം. അല്ലെങ്കിൽ ഇത് തീരെ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ചെറിയൊരു ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഗ്രേവി ആയിട്ട് മാറ്റിയെടുക്കാം. ഈ ഗ്രേവി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നന്നായിട്ട് മസാല നമ്മുടെ തന്തൂരി ചിക്കനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതെടുത്തത് കൊണ്ട് ഇത് ഫ്ലേവർ ഇല്ലാതിരുന്നിരിക്കുന്നില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് വരിക. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഏതെങ്കിലും ടൈപ്പ് പാൻ എടുത്താൽ മതി. ഞാൻ ഗ്രില്ലിംഗ് പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിർബന്ധമില്ല. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതിൽ ബട്ടർ തടവിയിട്ട് ചെയ്താൽ നല്ലതാണ്. ഫ്രൈ ചെയ്തൊന്നും എടുക്കരുത്, ഗ്രില്ല് ചെയ്ത് തന്നെ എടുക്കണം. ബട്ടർ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനൊരു വലിയ ഗ്രില്ലിംഗ് പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ബട്ടർ ഒഴിച്ചു. ബട്ടർ അങ്ങ് മെൽറ്റായി വരുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ബട്ടർ കരിയാൻ നിൽക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ ബാർബിക്യൂ പിറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നമ്മൾ കനലിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കനലോട് കൂടി കിട്ടും. ഇതിങ്ങനെ വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ സംഭവം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വലിയ പീസ് ചിക്കൻ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും തന്തൂരി ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വലിയ പീസായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ല തന്തൂരി ചിക്കൻ്റെ കറക്റ്റ് എക്സാക്ട് സ്റ്റൈൽ കിട്ടും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഗ്രില്ലാവുന്നത് പോലെ നമ്മൾ ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് സ്മോക്കിംഗ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്കിതിൽ സ്മോക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്മോക്കിംഗ് എഫക്റ്റ് വരും. ഇനി ഗ്രില്ലിംഗ് ഓപ്ഷൻ വീട്ടിലുള്ളവർക്ക് ചാർക്കോൾ പിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വേവിക്കണമെന്നില്ല, ഡയറക്റ്റ് നമുക്ക് ചാർക്കോൾ ഇട്ടിട്ട് ബാർബിക്യൂ പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് വേവിക്കേണ്ട, വേണമെങ്കിൽ അല്ലെങ്കിൽ വേവിച്ചിട്ടായാലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടും നല്ല ടേസ്റ്റായിട്ട് നല്ല ടെൻഡറായിട്ട് കിട്ടും ചിക്കൻ. ഞാൻ പിറ്റിലിട്ട് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല ജ്യൂസി ആയിട്ട് തന്തൂരി ചിക്കൻ കിട്ടും. ഇനി നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ഗ്രില്ലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാനിവിടെ ഈ അടുപ്പത്ത് ചാർക്കോൾ ഒന്ന് കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു ഗ്രില്ലിംഗ്, ഒരു സ്മോക്കിംഗ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചാർക്കോൾ കത്തിച്ച് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കണം ബ്രഷ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഞാനത് ആ സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കുറച്ചൊരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളതിൽ നമ്മുടെ ചാർക്കോൾ ഗ്രില്ല് ചെയ്ത് വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഇട്ടിരിക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. ഇതാണെങ്കിൽ നമുക്ക് നല്ല തന്തൂർ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചാർക്കോൾ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കാൻ പോവാണ്. ഞാനത് കനലാക്കിയിട്ട് അതിലോട്ട് കുറച്ചൊരു ഓയിൽ ഒഴിക്കണം കേട്ടോ. ഉണ്ട്. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇതങ്ങ് അടച്ചു വയ്ക്കുക. അപ്പം തന്നെ അങ്ങ് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു ചാർക്കോൾ ഒരു ഗ്രില്ല് ചെയ്ത എഫക്റ്റ് വരും. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കുന്നൊരു പാത്രം തന്നെ വേണം. എനിക്കിപ്പോൾ ഇതിൻ്റെ അടപ്പല്ല അത്, അപ്പോൾ അത് കുറച്ചൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് അടഞ്ഞിരിക്കാൻ പറ്റുന്നൊരു പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് സ്മോക്കിംഗ് സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത്രേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലോട്ട് വെച്ചിട്ട് ഗ്രില്ല് ചെയ്താൽ സ്മോക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം.
അപ്പോൾ ഓക്കെ, നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല കളറൊക്കെ വന്ന് നമ്മൾ കളറൊന്നും എക്സ്ട്രാ ചേർക്കാതെ തന്നെ നല്ല അടിപൊളി കളറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് അതിൻ്റെ ഗ്രേവിയാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ നാനോ എന്താണ് നിങ്ങൾ കൂടെ കഴിക്കുന്നെങ്കിൽ അത് കഴിക്കാം. ഇതേ നമ്മുടെ നാൻ റെഡി ആയിട്ടുണ്ട്. നാനിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തിട്ടിടാം. എനിക്കിപ്പോൾ ടൈം കിട്ടിയിട്ടില്ല. വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാനിടാം. ഇത് മയോനൈസാണ്. ഇത് ഓപ്ഷനിലാണ്. മയോനൈസ് കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് ജസ്റ്റ് മയോനൈസും കുറച്ച് ഗ്രീൻ കളർ ചില്ലി സോസും നല്ല എരിവുള്ള ചില്ലി സോസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ അടിപൊളി ഡെലിഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിന്നർ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ പിള്ളേർക്ക് സ്കൂളൊക്കെ തുറന്നു, ഇനിയിപ്പോൾ ടൈം ഉണ്ടാവില്ല പോകാൻ, മഴയൊക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കഴിക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന തന്തൂരി ചിക്കനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.